മക്കളെ, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. എക്സാമിൻ്റെ പേര് ക്യാറ്റ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴി സയൻസ് മാത്രമല്ല, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും വിവിധ കോഴ്സുകളിലേക്ക് കൊച്ചി യൂണിവേഴ്സിറ്റി പ്രവേശനമുണ്ട്. പല കുട്ടികളും ഇതറിയാതെ കുസാറ്റിൻ്റെ ഈ ക്യാറ്റ് എക്സാം അപ്ലൈ ചെയ്യാറില്ല. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ NIFR റാങ്കിങ് പ്രകാരം 32ാമത്തെ പൊസിഷനാണ് കൊച്ചി യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് കൊച്ചി യൂണിവേഴ്സിറ്റി. ഇതിൽ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ പ്രധാനമായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത്, സയൻസ് സ്ട്രീമിലെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് BTech കോഴ്സുകളാണ്. 12 BTech കോഴ്സുകളാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇത് നമ്മുടെ മറ്റു എല്ലാ ഗവൺമെൻറ് കോളേജുകളും ഉള്ള പോലെ തന്നെ എല്ലാ കൺവെൻഷണൽ കോഴ്സുകളും കൊച്ചി യൂണിവേഴ്സിറ്റിയിലുണ്ട്. പക്ഷേ 3 യൂണിക് ആയിട്ടുള്ള കോഴ്സ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അതൊന്ന് BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ദെൻ BTech ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. ഈ 3 കോഴ്സുകൾ കൊച്ചി യൂണിവേഴ്സിറ്റി യൂണിക് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇതോടൊപ്പം തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റി BTech കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BTech IT ഉണ്ട്, 100% പ്ലേസ്മെന്റ് ഉള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇത് കൂടാതെ തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആണ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ. അപ്പോൾ നമുക്ക് 5 ഇയർ MSc ഇന്റഗ്രേറ്റഡ് പഠിക്കാൻ പറ്റും. അതിപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ അതിലെ ഫോട്ടോണിക്സ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ്. ഫോട്ടോണിക്സ് ഉൾപ്പെടെ 9ഓളം ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ എവിടെയുണ്ട്? കൊച്ചി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാവുന്ന ബയോളജി, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന AI വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് 5 ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സയൻസുകാർക്കും കോമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും പഠിക്കാവുന്ന ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് MA എക്കണോമെട്രിക്സ് വിത്ത് ഡാറ്റ സയൻസ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റിയ കോഴ്സാണ്. ആ എക്കണോമിക്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, AI ഉപയോഗിച്ച് പഠിക്കുന്ന കോഴ്സാണ്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൊച്ചി യൂണിവേഴ്സിറ്റിയാണ്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സയൻസിനോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസിനോ പഠിക്കാൻ പറ്റും. അതിനും എൻട്രൻസ് പരീക്ഷയുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ LLB, നിങ്ങളൊരു നിയമം പഠിക്കണം ആഗ്രഹിക്കുകയാണെങ്കിൽ കേരളത്തെ ഏറ്റവും പ്രീമിയം ക്യാമ്പസായ കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാം. BBA LLB 5 ഇയേഴ്സ് ഹോണേഴ്സ് ഡിഗ്രിയാണ്. BCom LLB 5 ഇയേഴ്സ് ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതോടൊപ്പം തന്നെ എവിടെ ഇല്ലാത്തൊരു കോഴ്സാണ് BSc LLB 5 ഇയേഴ്സ് ഹോണേഴ്സ്. ഈ 3 കോഴ്സുകൾ നിങ്ങൾക്ക് ഏത് സ്ട്രീമിലെ കുട്ടികൾക്കും പഠിക്കാം. സയൻസ് കുട്ടികൾക്ക് പഠിക്കാവുന്ന BTech ഇന്റഗ്രേറ്റഡ് ഉള്ള പോലെ തന്നെ മറ്റ് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കുള്ള BTech ഉണ്ട്, ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഒപ്പം തന്നെ എല്ലാവർക്കും പഠിക്കാവുന്ന LLB കോഴ്സുകളുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമായ 3 യൂണിക് BTech കോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് ഏകദേശം 100% പ്ലേസ്മെന്റ് ആണ്. അത് ഷിപ്പ് ഡിസൈനിങ്, വെസൽ ഡിസൈനിങ്, ഓഫ് ഷോർ മേഖലകളിൽ ഒരുപാട് മേഖല കരിയർ ഉള്ള ഒരു കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഇതോടൊപ്പം തന്നെ രണ്ടാമത്തെ യൂണിക് കോഴ്സാണ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ സേഫ്റ്റി ഓഫീസറായിട്ട് ഇന്ത്യക്ക് പുറത്ത് അബ്രോഡിലൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഓയിൽസ് ഇൻഡസ്ട്രികൾ, റിഗ് ഇൻഡസ്ട്രികൾ, മൈനിങ് ഇൻഡസ്ട്രികളൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതയുള്ള ഈ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിനും 100% പ്ലേസ്മെന്റ് ആണ്. മൂന്നാമത്തെ യൂണിക് കോഴ്സാണ് മറൈൻ എഞ്ചിനീയറിംഗ്. ശ്രദ്ധിക്കുക, മറൈൻ എഞ്ചിനീയറിംഗ് മാത്രമായി BTech കോഴ്സ് പഠിക്കാനായിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കുഞ്ഞാലി മരക്കാർ കോളേജ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് എന്നൊരു ക്യാമ്പസ് തന്നെയുണ്ട്. പക്ഷെ അവിടെ പഠിക്കണമെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ IMUവിൻ്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് IMU CET പാസ്സാകണം. എന്നാൽ കൊച്ചി യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ IMU CET സ്കോർ മാത്രം പോരാ, കൊച്ചി യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോഴാണ് അത് അപ്ലൈ ചെയ്യേണ്ട സമയം. അപ്പം നമ്മൾ BTech മറൈൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതേണ്ട പരീക്ഷ IMU CET ആണ്. അതിൻ്റെ സ്കോർ വഴിയാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടണമെങ്കിൽ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊച്ചി യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറിയിട്ട് ആ കോഴ്സിന് അപ്ലൈ ചെയ്യണം. കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി BTech പ്രോഗ്രാമുകളും ഇന്റഗ്രേറ്റ് MSc പ്രോഗ്രാം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 225 ക്വസ്റ്റ്യൻസിൻ്റെ ഒബ്ജക്റ്റീവ് എൻട്രൻസ് എക്സാം ആണുള്ളത്. അതിൽ 90 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് ആയിരിക്കും, 75 ക്വസ്റ്റ്യൻ ഫിസിക്സ് ആയിരിക്കും, 60 ക്വസ്റ്റ്യൻ കെമിസ്ട്രി ആയിരിക്കും. ഇതിൽ ഓരോ കറക്റ്റ് ആൻസറിനും പതിവിന് വിപരീതമായി ഈ വർഷം മുതൽ ഓരോ കറക്റ്റ് ആൻസറും 4 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ റോങ് ആൻസറിനും 1 മാർക്ക് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ 900 മാർക്കിലാണ് ഈ പരീക്ഷ വരുന്നത്. നിങ്ങൾ +2 കുട്ടികൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ തയ്യാറാവുന്ന +2 ബോർഡ് എക്സാം നല്ല സ്ട്രോങ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കുകയും
+1 സെലക്റ്റീവായ കുറച്ച് ഭാഗങ്ങൾ എൻട്രൻസ് ഫോക്കസിൽ നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുസാറ്റിൻ്റെ ക്യാറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബിടെക് കോഴ്സ് കുസാറ്റിൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് നിങ്ങൾക്ക് ബിടെക്കിൽ കുസാറ്റിൽ പഠിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ മാർച്ച് വരെ, നമുക്ക് മാർച്ച് 5-ാം തീയതി വരെ നമുക്ക് അപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ മെയ് ഫസ്റ്റ് വീക്കിൽ നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +2 പരീക്ഷ കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം നല്ല ഫോക്കസ്ഡ് ആയിട്ട് കുസാറ്റിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുസാറ്റിൽ ഒരു ബിടെക്കോ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സോ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. ഈ വർഷം ആരംഭിച്ചിരിക്കുന്ന 2 പുതിയ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. ഒന്ന് MSc എക്കണോമെട്രിക്സ് വിത്ത് ഡാറ്റ സയൻസ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റിയുള്ള കോഴ്സിലേക്ക് സയൻസിലെ കുട്ടികൾക്കും കൊമേഴ്സിലെ കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസിലെ കുട്ടികൾക്കും പ്രവേശനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ എൻട്രൻസ് എക്സാമിന് 150 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസിനായിരിക്കും, എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസിനായിരിക്കും, ജനറൽ നോളജ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഒരു സമഗ്രമായ ഒരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ കോഴ്സ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് കോഴ്സാണ് ഹിന്ദിയിലാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, ഹിന്ദിയിൽ ടീച്ചിങ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് എളുപ്പത്തിൽ ജോലി ലഭിക്കാവുന്ന ഒരു മേഖലയാണ് ഹിന്ദി ടീച്ചിങ്. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ നാട്ടിൽ തന്നെ ഒരുപാട് സ്കേഴ്സിറ്റി ആണ് ടീച്ചേഴ്സിൽ. അപ്പോഴാണ് കൊച്ചി യൂണിവേഴ്സിറ്റി ഇത് പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, MA ഹിന്ദി വിത്ത് 5 years. അപ്പോൾ 5 ഇയറിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് MA. അപ്പോൾ അതിന് വരുന്ന 150 ക്വസ്റ്റ്യൻസ് ഫുള്ള് ഹിന്ദിയാണ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച കുട്ടികൾ, +2 ഹിന്ദി പഠിച്ച കുട്ടികളോ ഇനി സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാത്ത മറ്റു കുട്ടികൾക്ക് ഹിന്ദിയിൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രിപ്പറേഷൻ കൊടുത്താൽ നമുക്ക് ഹിന്ദിയിൽ ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് MA ഹിന്ദി 5 year ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് LLB കോഴ്സിനെ കുറിച്ചാണ്. നമ്മളൊരു വക്കീലാവണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ നിയമ മേഖലയിലാവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, വൈ വി ആർ ചൂസിങ് കുസാറ്റ്? നിങ്ങൾ അറിയേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ബ്രാൻഡഡ് പ്രീമിയം ക്യാമ്പസ് ആണ് കുസാറ്റ്. ഈ കുസാറ്റിൽ പ്രധാനമായിട്ട് 3 LLB കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് BCom LLB 5 years ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതോടൊപ്പം തന്നെ BBA LLB വിത്ത് 5 years. അതോടൊപ്പം തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB 5 years. അപ്പോൾ ഈ 3 കോഴ്സുകളും വളരെ ബ്രാൻഡിങ് ആയ കോഴ്സാണ്. നമ്മൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈക്കോർട്ടുമായി അസോസിയേറ്റ് ചെയ്ത് നല്ല നല്ല ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല നല്ല കമ്പനികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാന കുട്ടികൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരു ഇൻറ്റഗ്രേഷൻ സംഭവിക്കും. നിങ്ങളുടെ ലാംഗ്വേജിലും നിങ്ങളുടെ എല്ലാ ഓവറോൾ നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന് കൊച്ചി യൂണിവേഴ്സിറ്റി LLB വളരെ നിങ്ങളെ സഹായമാക്കും. ഈ LLB പരീക്ഷയ്ക്കും ഇതുപോലെ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ പരീക്ഷയിലുണ്ട് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ 4 മാർക്കാണ്, നെഗറ്റീവ് വന്നാൽ 1 മാർക്ക് നെഗറ്റീവ് പോകേണ്ടി വരും, റോങ് ആൻസറിന് 1 മാർക്ക് നെഗറ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ലോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആകെ 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ റീസണിങ്, ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷ്, കറന്റ് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം പഠിക്കുന്ന കുട്ടിക്കും നിങ്ങളുടെ കരിയർ LLB ആവണമെങ്കിൽ, ഒരു ലോ ആവണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോടതികൾ നല്ല വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ആ ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ് ഏതാണ്? കുസാറ്റിലെ LLB പ്രോഗ്രാമാണ്. വ്യത്യസ്തമായ 3 പ്രോഗ്രാമുകളുണ്ട്. BCom LLB 5 years, BBA LLB 5 years, BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB 5 years. പരീക്ഷ വരാൻ പോകുന്നത് ഈ വർഷം മെയ് മാസത്തിലാണ്. നിങ്ങളുടെ +2 പരീക്ഷ കഴിഞ്ഞ് വീണ്ടും ഒരു മാസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഉപരിപഠനം ഇന്ത്യയിലെ 32ാമത്തെ പൊസിഷൻ നിൽക്കുന്ന കേരളത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയായ കൊച്ചി യൂണിവേഴ്സിറ്റിയായി തീരട്ടെ.